അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇപ്പം നമ്മൾ പറഞ്ഞ ആരെങ്കിലും അവിടെ ബാക്കിയുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കയറാം. നമ്മളെ കുവൈറ്റ് KEA-യുമായി ബന്ധപ്പെട്ട് ഭാരവാഹികൾ, ഏരിയ ഭാരവാഹികൾ, നേതാക്കന്മാർ, കൺവീനർ ആരെങ്കിലും ഇപ്പോൾ സ്റ്റേജിലേക്ക് വരാം. ബാക്കിയുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് വരിക. നമ്മളെ ആദ്യത്തെ സെക്ഷനായ ഉദ്ഘാടന സെക്ഷൻ ആരംഭിക്കുകയാണ്. കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയായ കുവൈറ്റ് കാസർഗോഡ് എക്സ്പാർട്ട് അസോസിയേഷൻ KEA-യുടെ കുവൈറ്റ് ഫെസ്റ്റ് സീസൺ 4-ൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മളുടെ ഇവിടെ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ അവാർഡും കുടുംബ സംഗമവും. അതിൻ്റെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് KEA ചീഫ് പാറ്റൺ സത്താർ കുന്നിലാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് KEA-യുടെ വൈസ് പ്രസിഡന്റ് ഹാരിസ് മുഷ്തല. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ സ്റ്റേജിൽ അണിഞ്ഞിട്ടുള്ള അഷ്റഫ് കോളിയടക്കം, മുഹമ്മദ് ആവിക്കാൽ, മറിയം മൊയ്തു, ആയിഷ അദീഫ, അനിൽ കള്ളാർ, അസീസ് തളങ്കര, അബ്ദുറഹ്മാൻ, CH സലീം കൊളയവർ മുതലാളിയും നമ്മളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുട്ടികൾക്കുള്ള ഡ്രോയിങ് മത്സരങ്ങളും അതുപോലെ മൊയിലാഞ്ചി മത്സരം, ഫുഡിങ് എന്നീ മത്സരങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ട് 2 മണിക്കാണ് നമ്മളെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താനാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വിശിഷ്ടാതിഥികളായി നമ്മളെ വരുന്നത് കാസർഗോഡ് ഈ കാഞ്ഞങ്ങാടിൻ്റെ MLA ചന്ദ്രശേഖരൻ അവറുകളും മറ്റ് വ്യത്യസ്ത വ്യക്തികളും ഇവിടെ അണിചേരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ പരിപാടി അവസാനിക്കുന്നവരെ ഈ പരിപാടി നമ്മളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി വൈസ് പ്രസിഡന്റ് ഹാരിസ് മുഷ്തലയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് എവരിവൺ. ഏറ്റവും സ്നേഹം നിറഞ്ഞ KEA കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ ചീഫ് പാറ്റൺ സത്താർ കുന്നിൽ, അതുപോലെ KEA-യുടെ ഭാരവാഹികൾ, നമ്മൾ കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ മെമ്പർമാരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് പരിപാടി തുടങ്ങിയിട്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളത് സ്കൂളിലെ ഏതെങ്കിലും ക്ലാസ് റൂമിൽ വെച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ടാണ് നമ്മൾ ഈ കുവൈറ്റ് ഫെസ്റ്റ് എന്ന ഇങ്ങനെ വലിയൊരു പരിപാടി നടത്തിക്കൊണ്ട് അവാർഡ് വിതരണം തുടങ്ങിയത്. കാഞ്ഞങ്ങാട്, എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാട് ഇത് 2ാമത്തെ തവണയാണ് ഇങ്ങനൊരു പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ വർഷം കുമ്പള ആരിക്കാടിയിലായിരുന്നു, അതിനു മുമ്പത്തെ വർഷം കാസർഗോഡ് ടൗൺ ഹാളിൽ, അതിനു മുമ്പത്തെ വർഷം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു, ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഗവൺമെൻറ് സ്കൂളിൽ. ഈ നമ്മുടെ ഉദ്ദേശം തന്നെ കുവൈറ്റിൽ നമ്മൾ കാസർഗോഡ് ഉത്സവ് എന്ന പേരിൽ വിപുലമായ നല്ല പരിപാടികൾ നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഏകദേശം ഒരു 10% ആൾക്കാർ കുടുംബങ്ങൾ മാത്രമേ കുവൈറ്റിലുള്ളൂ. ബാക്കിയുള്ളവർ 90% ആൾക്കാർ നാട്ടിലാണ്. അപ്പോൾ അവർക്കും കൂടി ആസ്വദിക്കാൻ വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ കുവൈറ്റ് ഫെസ്റ്റ് എന്ന പേരിൽ ഒരു പരിപാടി നടത്തണമെന്നൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 4 വർഷക്കാലമായി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ പ്രധാന ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതിൽ നമുക്ക് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇത് തൽക്കാലം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം എന്ന നിലക്കുള്ള ഒരു ഉദ്ഘാടനം മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചീഫ് പാറ്റൺ സത്താർ കുന്നലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഹാരിസ് മുട്ടുന്തല, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, വളരെ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ കുടുംബങ്ങളെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കുവൈത്തിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ആഘോഷമായിക്കൊണ്ട് നടത്തുന്ന കാസർഗോഡ് ഉത്സവങ്ങൾ പലപ്പോഴും അവരുടെ കുടുംബങ്ങൾക്ക് ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്ക് അയക്കുമ്പോൾ നിങ്ങളവിടെ വളരെ സന്തോഷിക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്കിതിനൊന്നൊരു സാഹചര്യമില്ല എന്നുള്ള ഒരു മാനസികമായ പരാതികൾ പല കുടുംബങ്ങളും പറയാറുണ്ട്. പഴയതൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് ഗൾഫിൽ
നല്ല നല്ല പരിപാടികൾ നടത്താനും ആളുകൾക്ക് കൂടിച്ചേരാനുമുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. കാസർഗോഡ് അസോസിയേഷൻ രൂപീകൃതമായത് മുതൽ ജില്ലയിലുള്ള മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂര് വരെയുള്ള ജില്ലക്കാരായ ആളുകൾക്ക് അവരുടെ എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയവും മതവ്യത്യാസവും ഇല്ലാതെ ഒരുമിക്കാനുള്ള ഒരു വേദി കൂടിയാണ് കാസർഗോഡ് അസോസിയേഷൻ. അപ്പം ഞങ്ങളങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഗാനമേളയും മത്സരങ്ങളുമൊക്കെയായി അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ, പലരും ബാച്ചിലേഴ്സ് ആയിട്ടാണ് അവിടെ താമസിക്കുന്നത്, അവരുടെ കുടുംബങ്ങൾക്ക് നാട്ടിൽ ഒരുമിക്കാനുള്ള ഒരു വേദി ഉണ്ടാവണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കുവൈത്ത് ഫെസ്റ്റ് എന്നുള്ളൊരു ആശയം ഉണ്ടായത്. നാട്ടിൽ ഗൾഫിലുള്ള അവരുടെ കുടുംബങ്ങൾക്ക് നാട്ടിൽ ഒരുമിക്കുക. നമ്മൾ നടത്തിവരുന്ന വിദ്യാഭ്യാസ അവാർഡ്, അംഗങ്ങളുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡ്, അതിൻ്റെ ഭാഗമായി ചെയ്യുക, കുറേ മത്സരങ്ങൾ സംഘടിപ്പിക്കുക, നല്ല ഗാനമേള, അടിച്ചുപൊളി ഗാനമേള നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഉദ്ദേശങ്ങളാണ് ഇതിൻ്റെ പിറകിലുള്ളത്. കഴിഞ്ഞ 3 പ്രാവശ്യങ്ങളായി വളരെ ഗംഭീരമായി അത് നടന്നു. ഇന്നിവിടെ വെച്ച് കുറച്ചുകൂടി ആഘോഷമായി നടക്കണം. എത്രയോ ആളുകൾ വരാനുണ്ട്. ഈ പരിപാടിയിലെ മത്സരങ്ങൾ, ഇവിടെ ഓൾറെഡി പുഡിംഗ് മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ തയ്യാറായി. ഈ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ കുട്ടികളുടെ കളറിംഗ് ആൻഡ് ഡ്രോയിങ് മത്സരം ആരംഭിക്കുന്നതാണ്. ആ സമയത്ത് തന്നെ ഇവിടെയുള്ള ആളുകൾക്കുള്ള, ഇവിടെ എത്തിച്ചേർന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി വ്യത്യസ്തമായ മത്സരങ്ങൾ ഇവിടെ വെച്ച് നടക്കും. ഉച്ചക്ക് 1 മണിയോടുകൂടി 12:30യോടുകൂടി ഇവിടെ വന്ന എല്ലാ ആളുകൾക്കുമുള്ള ഭക്ഷണം ഞങ്ങൾ ഇവിടെ വെച്ച് നൽകുന്നുണ്ട്. അതിനുശേഷം 2 മണിക്ക് പ്രധാനപ്പെട്ട ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് നമ്മൾ കുട്ടികൾക്ക് ഒരു അവാർഡ് നൽകുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു വേദിയിൽ വെച്ച് അവരെ ആദരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ പ്രഗത്ഭരായ MP-യും MLA-യും ചെയർപേഴ്സണും ദിനേശ് IAS-ഉം അതുപോലുള്ള ഇവിടുത്തെ സംഘടനകളുടെ, രാഷ്ട്രീയ സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തികളും എല്ലാവരും അടങ്ങുന്ന ഒരു വേദിയിൽ വെച്ചാണ് ഈ അവാർഡ് നൽകുന്നത്. നമ്മളെ കുട്ടികളെ അത്രമാത്രം ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വിദ്യാഭ്യാസ അവാർഡ് നൽകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന എല്ലാ ആളുകളെയും കൂടുതൽ ഇപ്പൊ സംസാരിക്കുന്നില്ല, പിന്നീട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇതിന്റെ പരിപാടികൾക്കിടയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വളണ്ടിയേഴ്സ്, നമ്മുടെ കൺവീനേഴ്സ് എപ്പോഴും റെഡിയാണ്. മത്സരങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇതിന്റെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെയുള്ള മത്സരങ്ങൾ തയ്യാറാവുക. ഈ ഒരു പരിപാടി, നമുക്ക് മത്സരം തുടക്കം കുറിക്കാനുള്ള ഈ ഒരു പരിപാടി നമ്മൾ ഇവിടെ വെച്ച് ആരംഭിക്കുന്ന ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. നിങ്ങൾ അവസാനം വരെ നല്ല ഉച്ചക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന ഗാനമേള വളരെ പ്രശസ്തരായ ഗായകരാണ് അണിനിരക്കുന്നത്. കൈരളി TV-യിലും ഏഷ്യാനെറ്റിലും ഒക്കെ പ്രശസ്തരായ ആളുകളാണ്. അപ്പോൾ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ്. മഴ കൊള്ളാതിരിക്കാനുള്ള നല്ലൊരു ശീതി. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഈ സ്കൂളിന്റെ അധികൃതരോടാണ്. ഈ ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന വളരെ പ്രധാനപ്പെട്ട സ്കൂളാണിത്. 100 വർഷത്തെ ചരിത്രമുള്ള സ്കൂളാണിത്. എത്രയോ ആളുകൾ പഠിച്ച, വളരെ പ്രഗത്ഭരായ ആളുകൾ പഠിച്ചു പോയ സ്കൂളാണിത്. ഈ സ്കൂളിൽ ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി നമുക്കൊരു അവസരം തന്നതിന് അതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ നന്ദി പറയുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ PA നാസർ, അതുപോലുള്ള മറ്റെല്ലാ ആളുകളോടും നന്ദി പറയുന്നു. നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമകൃഷ്ണൻ കള്ളാറാണ്. അത് എത്രയോ വർഷങ്ങളായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ ജനറൽ സെക്രട്ടറി ഹമീദ് മദൂർ, അതിന്റെ ട്രഷറർ അസീസ് തളകര, അതിന്റെ ചീഫ് കോർഡിനേറ്ററാണ് ഹനീഫ് പാലായി, അതിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഫൈസൽ CH തുടങ്ങിയ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് KEAക്ക് നേതൃത്വം നൽകുന്നത്. ഖലീൽ അടൂർ ചെയർമാനായ അഡ്വൈസറി ബോർഡും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. മറ്റു ഭാരവാഹികൾ, ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാ ആളുകളും ഇവിടെയുണ്ട്. അവർ വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമാവാനെത്തിയ എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. താങ്ക് യു. അടുത്തായി ആശംസയാണ്. ആദ്യമായി സംഘടനയുടെ ട്രഷറർ അസീസ് തളങ്കരെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മളെ മുൻ ചെയർമാൻ അബൂബക്കർ സാഹിബ് എത്തിയിരുന്നു, ക്ഷണിക്കുന്നു.
കുവൈത്തിലെ കാസർഗോഡ് ജില്ലക്കാരുടെ ഒരു പൊതുവേദിയാണ് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ. എല്ലാ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ്. പല നല്ല കാര്യങ്ങളും അംഗങ്ങൾക്ക് വേണ്ടിയും നാട്ടിലും പല കാരുണ്യ പ്രവർത്തനങ്ങളും കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ നടത്തുന്നുണ്ട്. ഇന്നിവിടെ കാസർഗോഡിൻ്റെ MP-യും അതുപോലെ മഞ്ചേശ്വരം MLA, കാഞ്ഞങ്ങാട് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്ക് 2 മണിക്ക് സാംസ്കാരിക സമ്മേളനം തുടങ്ങും. ഇതൊരു തുടക്കമെന്ന നിലയ്ക്കുള്ള ചെറിയൊരു പരിപാടിയാണ് ഇവിടെ സമ്മേളിച്ചത്. ഏതായാലും ഈ പരിപാടിക്കെല്ലാം എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവാർഡ് ജേതാക്കളായ KEയുടെ മക്കൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി അഷ്റഫ് കോളി എടുക്കും. പ്രിയപ്പെട്ട KE കുടുംബാംഗങ്ങളെ, യോഗാധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി പ്രോഗ്രാമിന്റെ കൺവീനർമാരിൽ ഒരാളായ മുഹമ്മദ് ആവിക്കൽ. KEയുടെ കുടുംബാംഗമായ ഇവിടെ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അസ്സലാമു അലൈക്കും, എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ KEയെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓരോ ആൾക്കും അറിയുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു സംഘടനയാണ്. അതുകൊണ്ട് രക്ഷിതാക്കളും നമ്മളെ KEയുടെ മുതിർന്നവരും വളർന്നു വരുന്ന മക്കൾക്ക് ഉപദേശം കൊടുക്കുക, നമ്മുടെ നാടിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായി വളർത്താൻ വളരെയധികം പരിശ്രമിക്കണം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ PH ആദരവും ക്ഷണിക്കുകയാണ്. ഒരു 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ മുൻ ചെയർമാൻ എഞ്ചിനീയർ അബൂബക്കർ സാഹിബിനെ ആദരവും ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന KEയുടെ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന സന്മനസ്സുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വെരി ഗുഡ് മോർണിംഗ് ടു എവരിവൺ, വൺ ആൻഡ് ഓൾ. KEയെക്കുറിച്ചുള്ള ചരിത്രങ്ങളും പദ്ധതികളുമൊക്കെ ഇവിടെ നിങ്ങളെല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെ ബോധിപ്പിച്ചുണ്ടാകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. KE എന്നത് കുവൈറ്റിൽ ഇതംപ്രദമായി സംഘടിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അത് കഴിഞ്ഞ 19 വർഷക്കാലത്തിനിടയ്ക്ക് ചെയ്തു കൂട്ടിയ വിവിധങ്ങളായ കാരുണ്യ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കൂടി പേരെടുത്ത ഒരു സംഘടന, കുവൈറ്റിൽ തലയെടുപ്പുള്ള ഒരു സംഘടനയാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ പൂർവ്വകാല പ്രവർത്തകരായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ സമൂഹത്തെ കാണുമ്പോൾ, ഈ സദസ്സിനെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ആവേശം വീണ്ടും പൊട്ടിവരുകയാണ്. KEയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആവേശകരമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഇത്തരം സമൂഹങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെയേറെ ആശംസാജനകമാണ്, ആസ്വാദകരമാണ്, ഹൃദ്യമാണ്.
ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്ന ഈ വേളയിൽ, കാരണം ഒരുപാട് പരിപാടികളിൽ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ ആദ്യ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ നന്ദി പറയുന്നതിന് വേണ്ടി ഫഹീൽ ഏരിയ ജനറൽ സെക്രട്ടറി മുരളി വാഴക്കുടൻ അവർ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കെയുടെ ഏറെ ആദരണീയരായ നേതാക്കന്മാർ, നമ്മുടെ സമയം വളരെയേറെ അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 9:30 മണിക്കാണ്, പക്ഷേ കുറേ വൈകിപ്പോയി. അതുകൊണ്ട് ഈ ചടങ്ങ് അധികം നീട്ടാൻ ഞങ്ങളും അതുപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നറിയാം. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യക്ഷം വഹിച്ച ശ്രീ ഹാരിസ് മുട്ടുതല, അദ്ദേഹത്തിന് കെയുടെ കുവൈറ്റ് ഫെസ്റ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്ത ചീഫ് പാട്രൺ സത്താർ കുന്നിൽ അവർ, അദ്ദേഹത്തിനും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കെയുടെ ആദരണീയരായ നേതാക്കന്മാർ, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, കെയിലെ മെമ്പർമാരുടെ ബന്ധുക്കൾ, കൂടാതെ ഈ ചടങ്ങിന് ഇവിടെ നമ്മൾക്ക് സ്കൂൾ സൗകര്യം അനുവദിച്ചെന്ന സ്കൂളിൻ്റെ അധികൃതർ, ലൈറ്റ് ആൻഡ് സൗണ്ട് മറ്റ് കാര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള തരംഗ്, കൂടാതെ ഇവിടെ പരാമർശിക്കപ്പെടാത്ത എല്ലാത്തിനും നമുക്ക് കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നന്ദി. പ്രിയമുള്ളവരെ, മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഡ്രോയിങ് മറ്റ് കളറിങ്ങിന് പേര് കൊടുത്ത ആളുകൾ ആ ക്ലാസ് റൂമിലേക്ക് അറിയിക്കുക. പുഡിങ്ങിന്റെ ഫൈനൽ പൂർത്തിയായി. ജഡ്ജസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ അതിന്റെ ജഡ്ജസ് ഇവിടെ എത്തുന്നതാണ്. ഇവിടെയുള്ള ആളുകൾക്ക് നമ്മൾ ചില മത്സരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയ ആളുകൾക്ക് സർപ്രൈസ് സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി സ്ത്രീകൾക്കായി നമ്മളൊരു കസേര കളിയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, സ്ത്രീകൾക്ക് കസേര കളിയുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക്, വലിയ പുരുഷന്മാർക്ക് കസേര കളിയുണ്ട്, വലിയ സ്ത്രീകൾക്കും കസേര കളിയുണ്ട്. ആ 2 മത്സരം ഇവിടെ നടക്കും. കുട്ടികൾക്കുള്ള മത്സരം അതിനുശേഷം പറയുന്നതാണ്. ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുക്കേണ്ട മുഴുവൻ ആളുകളും ആ റൂമിലേക്ക് പോവുക. നമ്മുടെ ചീഫ് കോർഡിനേറ്റർ അനീഫ് പാലായി ഇവിടെ എത്തിയ എല്ലാ ആളുകൾക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി പ്രത്യേകം എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട്.
ഹലോ ഹലോ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അകത്ത് കയറിയിരിക്കേണ്ടതാണ്. LP, UP, ഹൈസ്കൂൾ. ഹലോ, എല്ലാവരും പുറത്തു. കുട്ടികൾ മാത്രം ഇരിക്കും. കുട്ടികൾക്ക് വിഷയം കൊടുക്കാണ്ട്, പേപ്പർ കൊടുക്കാണ്ട്. ഇത് LP ക്ലാസ്സിലെ കുട്ടികൾ മാത്രം ഇവിടെ LP മാത്രം. LP വിഭാഗമാണ് ഇവിടെ. ചെറിയ കുട്ടികൾ മാത്രമാണ് ഇവിടെ. LP എന്ന് പറഞ്ഞാൽ അറിയില്ല എത്ര ക്ലാസ് വരെയാണ് LP? LP എന്ന് പറഞ്ഞാൽ എത്ര ക്ലാസ് വരെ? 10ാം ക്ലാസ് വരെയോ? 4ാം ക്ലാസ്. അപ്പൊ 4ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾ UP അപ്പുറത്തെ ക്ലാസ്സിൽ, ഹൈസ്കൂൾ +2 വരെ അപ്പുറത്തെ ക്ലാസ്. ഇവിടെ LP ഉള്ളി. LP UPക്കുള്ള ക്ലാസ് ശരിയായി കൊടുക്ക ഇവിടെ. LPയുടെ LPയുടെ ഓക്കെ. എല്ലാവരും ഒരുമിച്ചിരുന്നാലും ശരിയാവില്ലല്ലോ. എവിടെ? ഹലോ. രജിസ്ട്രേഷൻ ചെയ്യാൻ ആരെങ്കിലും ബാലൻസ് ഇവിടെ എത്തിച്ചു തന്നു വരും. അല്ലല്ല ഇതില് നമ്മളെ ഹലോ. പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കൗണ്ടറുമായി ബന്ധപ്പെടുക. പേര് കൊടുക്കാൻ ബാക്കിയുള്ളവർ കൗണ്ടറുമായി ബന്ധപ്പെടുക.
ഹലോ 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 ഇതേത് ക്ലാസ്സാണ്? ഇതേതാണ്? ഏത് സെക്ഷനാണിത്? UP സെക്ഷൻ അല്ലേ? പേപ്പർ കൊടുക്ക്. പേപ്പർ ഹൈസ്കൂൾ സെക്ഷൻ എവിടെ? അപ്പുറത്ത് കൊടുക്ക്. LP കൊടുത്താ പേപ്പർ? ഹലോ വാ എല്ലാരും പേപ്പർ കൊടുക്കും. കുട്ടികൾക്ക് ബാക്കിയുള്ള പുറത്തു പോയി. കുട്ടികളെ റെഡിയല്ലേ? നിങ്ങൾക്ക് ഹലോ കുട്ടികളെ, നിങ്ങൾക്ക് വരക്കേണ്ടത് എന്തെന്നറിയോ? നിങ്ങൾക്കൊരു കളർ പെൻ തരുന്നുണ്ട്, പേപ്പറും തരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ബാക്കിയുള്ളതൊന്നും പുറത്തുപോയാല്. ഹൈസ്കൂളിൽ ഡ്രോയിങ് തുടങ്ങിയ നീ ഉണ്ടായില്ലേ? ഞാൻ അടിച്ചത് നിന്റെ കിട്ടിയ ചെസ് നമ്പർ ഇതാൻ്റെ നിതാക്ക്
ചെസ്റ്റ് നമ്പർ കിട്ടിയാ ചെസ്റ്റ് നമ്പർ ഏതാ വേണ്ട ഡ്രോയിങ് തുടങ്ങിയാ ഡ്രോയിങ് കൊടുത്തു അങ്ങനെ കൊടുത്തട്ടാ നേരത്തെ കൊടുക്കാൻ ഡ്രോയിങ്ങിൻ്റെ ഉണ്ടോ ഡ്രോയിങ്ങിൻ്റെ പിന്നെ മുഴുവൻ എത്രയില് മോനെ നീ ആറിലാ എന്ത് പേരെടുത്ത് ഇനി വാ പേരെന്ത് ഫുൾ പേര് ഒന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വൈറ്റ് പേപ്പർ ഇല്ലേ ആര് കൊണ്ടുപോയത് അല്ല അല്ല തരണം 4 പേപ്പർ വേണം ഓക്കെ ഓക്കെ ഇപ്പൊ 2 മതി ഇവിടെ അത്യാവശ്യം വന്നാൽ പെണ്ണെന്താ കിട്ടിയാ പെണ്ണും കിട്ടിയല്ലേ അവർക്ക് കൊടുത്തല്ല റസാലയൊക്കെ എത്തിയിട്ടുണ്ടോ നീ കൊടുത്തില്ല കളറ് കളറിങ് ഇത് മാത്രമുള്ള കുട്ടികൾ 4ാം ക്ലാസ് വരെ ഇതിന് മാത്രം കളറിങ് അതിന് മുകളിലുള്ളത് വാട്ടർ കളർ കൊണ്ടുവരണം അതിന് എഴുതിയതല്ല 4 വരെ നമ്മൾ ചെറിയോനെത്ര പുഡിങ്ങിൻ്റെ എക്സ്ട്രാ ഉണ്ടോ വാട്ടർ കളറിങ്
ഹലോ, കസേര കളിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ലേഡീസ് ഇവിടെ എത്തേണ്ടതാണ്. കസേര കളി ആരംഭിക്കുകയാണ്. കുറച്ചുകൂടി ചേരിട് ആൾക്കനുസരിച്ച് കിട്ടോ. എല്ലാരും വാ, ഇവിടെ ഇരിക്കുന്ന ആളുകള് എല്ലാരും അടിക്ക്. കസേര കളി വാ. കസേര കളിക്ക് പങ്കെടുക്കാൻ ഇവിടെ നിൽക്കുന്ന ആൾ കളിച്ചോന്ന്. എല്ലാരും മാക്സിമം ആളുകൾ പങ്കെടുക്കും. രസമല്ലേ? വാ, എല്ലാരും വാ. കുറെ കസേരയിട്. നിങ്ങൾക്ക് നല്ല സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. എല്ലാരും അടിക്ക്. ആ മ്യൂസിക്കിന്റെ ആള് റെഡി ആയിക്കോട്ടാ. കസേര കുറെ കസേരയിട്. ആണുങ്ങൾ ഒരു ഭാഗത്ത്, പെണ്ണുങ്ങൾ ഒരു ഭാഗത്ത്. കുറച്ച് കസേര ഇപ്പൊ ആണുങ്ങൾക്കും ഉണ്ട് കേട്ടാ. ആണുങ്ങൾക്കും ഒരേ സമയത്താണ്. ഹലോ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ സമയത്താണ് കസേര കളി. ആണുങ്ങൾക്കുള്ള റൗണ്ട് കൂടെ ആക്ക്. ഒരേ മ്യൂസിക് എല്ലാം ഒന്ന് തന്നെ. വാ കസേര അടിച്ചോ. ഏത് വിഷയം ആയിരിക്കും? ഹലോ, ആർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? വിഷയം കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങളൊരു പാവനാണ്. നിങ്ങൾ പെയിന്റിംഗ് മത്സരത്തിന് വന്നതാണ്. നിങ്ങൾക്ക് എന്തും ആകാം. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്തും ആവാം. എന്തൊക്കെയുണ്ട്? കാടാവാം, മലയാവാം, മരമാവാം, എന്തോ നാച്ചുറൽ ആണ്. മാർക്കറ്റാണ്. പള്ളിയിൽ ഉത്സവം, ഓണാവാം. ഓക്കെ, സ്റ്റാർട്ട്. കാസർഗോഡ് ഉത്സവം ആവാം, എന്തോ ആവാം. കുവൈറ്റ് ഫെസ്റ്റ് ആവാം, എന്തോ ആവാം. കസേര കളി ആണുങ്ങൾ പെണ്ണുങ്ങൾ 2 റൗണ്ടാക്കി ഇടുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? വിഷയം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാരും ഓക്കെ അല്ലേ? പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടാന്ന് പറയരുത്. ഏതൊക്കെ ഒന്ന് വരച്ചാൽ മതി, സമാധാനത്തിൽ പേർക്ക്. ഓക്കെ, മക്കളെ, നിങ്ങൾ നല്ല പാങ്ങിൽ വരച്ചിട്ട് ഏറ്റവും നന്നായി ആൾക്കുണ്ടല്ല, നമ്മൾ 1000 rupees ക്യാഷ് പ്രൈസ് തരും നിങ്ങൾക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് വാങ്ങാൻ. ഓക്കെ, 1000 rupees. അപ്പൊ നല്ല പാങ്ങിൽ വർക്ക്. വാ വലുതാക്ക്. കസേര വലുതാക്ക്. ആബി ഇങ്ങോട്ട് വാ. ഹലോ, റൗണ്ട് വലുതാക്ക. കൂടുതൽ കസേര ഇടാ. റൗണ്ട് വലുതാക്ക്. എത്രയോ ആളുണ്ട്. ആവേശത്തിന് മത്സരം. നിങ്ങൾക്ക് എല്ലാവർക്കും ലേഡീസിന് നല്ലൊരു ബാഗ് ഞങ്ങൾ ജയിക്കുന്നതാക്കി ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ്. വലുതാക്ക്, റൗണ്ട് വലുതാക്ക്. കുറെ ആളുണ്ട്. വലുതാക്ക്. മാറ്റി ആ കസേരയിൽ മാറ്റരുത്. കുറച്ച് വലുതാക്ക്. കുറെ ആളുണ്ട്. വേണ്ട. ഒറ്റ പ്രാവശ്യം. നല്ല രസമാണ്. വാ, നിങ്ങൾക്ക് കുറെ മത്സരം. ആണുങ്ങൾക്ക് കൂടി റെഡി ആക്കാതെ അവിടെ. ആണുങ്ങൾ കസേര കളി വേണ്ടേ? ഇത് കഴിഞ്ഞിട്ട് മതിയാ? ഓക്കെ. അപ്പൊ നമ്മള് കുട്ടികൾ റെഡിയാ. കുട്ടികൾ മത്സരത്തിലുള്ള അല്ലേ? കുറച്ചുകൂടി വലുതായിക്കോ. നല്ല സമ്മാനാണ്, നല്ല രസമാണ്. സമ്മാനാണ്. എൻജോയ് ചെയ്യുക, മത്സരത്തിൽ പങ്കെടുക്കുക. പിന്നെ ആദ്യം തന്നെ ഒരാളല്ല, കസേര എത്ര കുറവുണ്ട് അത്ര ആളുകൾ ഔട്ടാവും കേട്ടാ. ബാക്കോട്ടേക്ക് വരാൻ പാടില്ല. മുമ്പിൽ പോയിട്ടിരിക്കണം. ആരെങ്കിലും തള്ളിയിട്ട് പരിക്ക് പറ്റിയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ആരും അങ്ങോട്ട് തള്ളിയിടരുത്. കസേരയില്ലേ? നമ്മളെ മ്യൂസിക്കിന്റെ ആളെ എവിടെയല്ലേ? അവർ ശ്രദ്ധിക്കണം. മതല്ല വേണ്ടത്. മൊത്തം എത്ര ആളെ ഔട്ടാത് അത്ര പോട്ട്. നീ ഇത് നോക്കാം. മ്യൂസിക് സ്റ്റോപ്പ് ആകുമ്പോ കസേരയിൽ ഇരിക്കുക. പിറകോട്ടിരുന്നെങ്കിൽ ഔട്ടാക്കും. ഞങ്ങൾ ആരും ഔട്ടാക്കൂല. നിങ്ങൾ തന്നെ ആരാണ് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സൈഡ് കസേര കുറച്ച് മാറ്റിക്കോ. എല്ലാരും ഫ്രീ ആയിക്കോ. ഇത് ഗ്യാപ്പ് കൊടുക്കല്ല. ഗ്യാപ്പൊന്നുമില്ല. ഒന്നുണ്ടാ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഞങ്ങൾ പുറത്തു പോന്ന് ആ മ്യൂസിക്കിന്റെ ആളോട് തോറോട് ഇതാക്കാതെ. റെഡി അല്ലേ? മ്യൂസിക് സ്റ്റോപ്പ് ആകുമ്പോ ഇരിക്കണം. ഓക്കെ, പിന്നെ ഞാനാണ് ആദ്യം ഇരുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നും ആക്കാൻ പറ്റൂല. അപ്പൊ നമ്മളെല്ലാരും പുറത്തു പോവാ. മുമ്പിൽ പാസ് ചെയ്തിൽ മാത്രം ചെയറിൽ ഇരുന്നാൽ മതി. ബാക്കിൽ പാസ് ചെയ്താൽ അത് ഫൗൾ. ഓക്കെ,
സൈസ് മാത്രം ഇങ്ങനെ വന്നിട്ടിരിക്കാം. ബാക്കിലോട്ട് വന്നിട്ടിരുന്നാൽ അത് പോകും. ഓക്കെ, എന്റർടൈൻ ആണ്. ഓക്കെ, മത്സരം ആരംഭിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് കുവൈറ്റ് ഫെസ്റ്റിന്റെ നമ്മുടെ കുടുംബങ്ങളുടെ സ്ത്രീകളുടെ ഒരു മത്സരമാണ്. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഇത് കഴിഞ്ഞാൽ സർപ്രൈസ് മത്സരം വീണ്ടും ഉണ്ടാവും. ആണുങ്ങളൊക്കെ റെഡി ആയിക്കോട്ടെ. അദ്രമാൻചാരെ പോലത്തെ ആൾക്ക് ഇപ്പൊ കസേരക്കളിയിൽ പങ്കെടുക്കാൻ റെഡി ആയി നിൽക്കുകയാണ്. അടുത്ത് സാറില്ല റെഡി സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ദ മ്യൂസിക്. പരിപാടി തുടങ്ങാണ്. ഓക്കെ, റൺ 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 റൺ. യല്ല, കുറച്ചുകൂടി ഗ്യാപ്പ് വേണം. സ്റ്റോപ്പ് മ്യൂസിക് സ്റ്റോപ്പ്. ഒരു സെക്കൻഡ് മ്യൂസിക് സ്റ്റോപ്പ് ആക്ക്. അല്ല എന്തറിയോ, നിങ്ങളാക്കിയ റൗണ്ട് ചെറുതായി പോയി. അവർക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. കുറച്ചുകൂടി ഈ കസേര മാറ്റിയേ. ചെയ്യുമ്പോൾ മര്യാദക്ക് ചെയ്യണ്ടേ. നമ്മൾ ഇത്ര ആളുകൾ മത്സരിക്കാൻ റെഡി ആയിട്ട് വരുമ്പോ അവർക്ക് നല്ല കുറച്ച് വലുതാക്കിയേ. റൗണ്ട് കുറച്ച് വലുതാക്കിയേ. രണ്ടാക്കുന്ന അല്ല, വേണ്ട, കുറെ ആളൊന്നും ചവിട്ടാട്ട്. ഇവിടെ മുമ്പിലുള്ള ആളൊക്കെ മാറി. അവിടെ ലൈവിൽ ആളുകളെ കാണുന്നില്ല. ഇവിടെ മുമ്പിലുള്ള ആളൊക്കെ മാറിയേ. ഓരോ ചെയറിന്റെ അടുത്ത് ഒരാൾ നിന്ന് എത്ര ചെയർ അധികം ഉണ്ടോ കുറവുണ്ട് നോക്കല. ഓരോ ചെയറിട്ട് ഓരോ ചെയറിന്റെ അടുത്ത് ഒരാൾ ഇരുന്ന് എല്ലാ ചെയറിലും ആൾക്കാർ ഇരുന്നേ. അവിടെ ആക്കണോ? ഒരു കാര്യമുണ്ട്. അല്ലല്ല, ഒരു സജഷൻ വന്നിട്ടുണ്ട്. ഈ പരിപാടി മുമ്പിൽ നിന്നാക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെല്ലാം എന്ത് പറയുന്നത്? മുമ്പിൽ നിന്നാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ലൈവ് നടക്കുന്നുണ്ട്. മുമ്പിൽ അല്ല, ജോർക്ക് ചിലപ്പം ലൈവിൽ അങ്ങനെ താല്പര്യം. ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മുമ്പിലേക്ക് പോവാം. ഓക്കെ, 10 ആളാകുമ്പോൾ മുമ്പിലേക്ക് പോവാം. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. ഇത് നമുക്ക് സമ്മാനം കിട്ടാന്നില്ല. എന്നാലും നിങ്ങൾക്ക് ജയിക്കുന്ന നമ്മൾ സമ്മാനം തരും. അത് സാറില്ല, അവർ 2-3 ആളെ അധികം ഉള്ളൂ. ഓക്കെ, റെഡി. എല്ലാവരും നിന്നോ. എന്ന് നിന്നോളൂ. ഓക്കെ. ഇതാ 4 ഭാഗത്ത് നിന്ന് നമ്മുടെ ആളുകൾ 4 ഭാഗത്തേക്ക് നോക്കണ്ട ആരും ഒഴിവായി. എല്ലാവരും ഒരു സ്ഥലത്ത് നിന്നാലോ. റെഡി അല്ലേ? ഏത് കാത്തിക്കാൻ പറ്റില്ല, നമുക്ക് സമയമില്ല. മ്യൂസിക് റെഡി, സ്റ്റാർട്ട്. മ്യൂസിക് തുടങ്ങിക്കോ. എവിടെ പോയി മ്യൂസിക്കാരൻ? എവിടെ പോയി? സ്റ്റാർട്ട്. സ്പീഡ്. ആയിവാ, റെഡി. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക് ആ മത്സരം പങ്കെടുക്കുന്ന ആളുകളെ. ആയിവാ. ഒരു മിനിറ്റ്. ഔട്ടായ ആള് പുറത്തു പോയിക്കോ. ഇരിക്കാൻ പറ്റാത്ത ആളുകൾ പുറത്തു പോയിക്കോ. അവർക്ക് വേറൊരു മത്സരം. എത്ര ആള് പോയി? 2 ആള് പോയി. ഓക്കെ, ഇവിടെ 2 ആളുണ്ട്. നിങ്ങൾ ആദ്യം ആരുണ്ട്? നിങ്ങൾ 2 നിങ്ങൾ 2 ആര് പറയും? ഓക്കെ, വെരി ഗുഡ്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. വെരി ഗുഡ്. കസേര എടുക്കണ്ട. കസേര 1 മണിക്കൂർ 12 വരെ. ഓക്കെ. പാട്ടുണ്ട്, മ്യൂസിക് അല്ല, നല്ല അടിപൊളി പാട്ടുണ്ട്. നടക്കാത്ത ആളുകളൊക്കെ പുറത്താക്കും. ഓടാത്ത ആളുകളെ പുറത്താക്കും.
കുറെ സമയാക്കല്ലേട്ടാ. ആര് പുറത്തായി? എത്ര ആള് പുറത്തായി? പുറത്തായ ആളുകളൊന്നും ആരും ബേജാറാവണ്ട. നിങ്ങൾക്കെല്ലാം സ്പെഷ്യൽ സമ്മാനങ്ങൾ ഞങ്ങൾ വേറെ തരും. എത്ര ആള് പുറത്തായി? ഓക്കെ, ഔട്ടായാൾ പോയി. അടുത്തടുത്ത് വേഗം ഓഫാക്കണ്ട, സമയമില്ല. ഇവർക്ക് വേറെ മത്സരം ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്ക് ലേഡീസിന് തവളച്ചാട്ട മത്സരം ഉണ്ട്. റെഡി ആയിക്കോട്ട. ഓടണം, ഓടാത്ത ആളുകളെ ഓട്ട് ചെയ്യണ്ട. ആയില്ല. ഓക്കെ, നല്ല രസമായിട്ട് ഓടിക്കോ. മ്യൂസിക്, പാട്ടിട്. ആരും ബേജാറാണ് കേട്ടോ. മത്സരത്തിൽ തോറ്റാക്കും പങ്കെടുക്കുന്ന വേറെ മത്സരം വരുന്നുണ്ട്. കുട്ടികളെ അവിടെ പാരന്റ്സ് ആരും ഡ്രോയിങ് റൂമിൽ കളറിംഗ് റൂമിൽ കയറി ചേർപ്പാക്കരുത്. അങ്ങനെ ചെയ്താൽ ആ കുട്ടികളെയും പാരന്റ്സിന് നേരെ ഇവിടെ കസേര കളി ചേർക്കും. ഡ്രോയിങ് മത്സരത്തിൽ ഒഴിവാക്കും. ആണുങ്ങൾക്ക് തവളച്ചാട്ട മത്സരമുണ്ട്. എല്ലാവരും റെഡി ആയിക്കോ. ആണുങ്ങൾ, വലിയ ആണുങ്ങൾ, പ്രായമുള്ള ആളുകൾ മാത്രം. ഓക്കെ, സ്റ്റാർട്ട്. ഓടണം. ഓയ്, എത്ര ആള്? ആര്? രണ്ടാള്, മൂന്നാള്. ആര് പറയണ്ട, അവരവർ ഇഷ്ടമുള്ള ആൾ ഇരുന്നോളൂ. എത്ര ആൾ പോയി? ഓക്കെ, അപ്പൊ പോയ എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റിന് കൺഗ്രാജുലേഷൻ. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം. ഓക്കെ, കസേര മാറ്റ്. കസേര അടുത്തടുത്താക്കണ്ട. എടുക്കല്ല. കസേര നിങ്ങൾ ആരും എടുക്കണ്ട, പറയുന്ന ആൾ എടുത്താൽ മതി. ഓട്. എത്ര ആള്? കസേര പൊളിച്ചെങ്കിൽ 200 രൂപ തരണം. പൊളിച്ചാള് കസേരയുടെ പൈസ നിങ്ങളോട് വാങ്ങും. പൊളിച്ചാല് ആര് ഔട്ടായാ? ഓക്കെ, വെരി ഗുഡ്. കസേര നിങ്ങൾ എടുക്കല്ല. ആരും എടുക്കാൻ നോക്ക്. എല്ലാവരും അടിച്ചോ. ഉഷാറാകുന്നുണ്ട്. കസേര കുറയുമ്പോൾ പരിപാടി ഉഷാറാവും. ഇതാണ് ഞങ്ങൾ കുവൈത്തിൽ എന്തൊക്കെ മത്സരങ്ങൾ വെക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ്. റെഡി അല്ലേ? യെസ്. രണ്ടാളിരിക്കല്ലോ ഒരു കസേരയിൽ. വേഗം നോക്കിക്കോ. പിന്നെ മൈലാഞ്ചിന്റെ അറേഞ്ച്മെന്റ്സ് അതിന്റെ കൺവീനറാണ് നൽകേണ്ടതാണ്. പുഡിംഗ് മത്സരം കഴിഞ്ഞ ആളുകൾ ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ മൈലാഞ്ചിലുള്ള ആൾ അങ്ങോട്ടേക്ക് പോവാ. ഓക്കെ, ഫുഡ് കൺവീനർ ഫുഡ് റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 1 മണിക്ക്. ഓക്കെ, ഇപ്പോഴേ റെഡി ആയിക്കോ. അടുത്ത് ഓട്. ഈ മുമ്പ് നിന്ന് മാറിയാല് എല്ലാം മാറി മുമ്പ് വഴി മാറിക്കും. എല്ലാവരും മാറി. ആരെങ്കിലും നമ്മൾ ബന്ധപ്പെടേണ്ട ആരെങ്കിലും പോയി കാണണം. ക്യാമറമാൻ കേട്ടാ. ആരും അടിയാക്കരുത്, കസേര പൊളിക്കരുത്. ഒരു കസേരക്ക് 400 രൂപ, 400 rupees ഒരു കസേര പൊളിച്ചാല്. നിങ്ങളോട് വാങ്ങൂല, നിങ്ങളുടെ ആളാരുടെ മെമ്പർ അവരോട് ഞങ്ങൾ അടുത്ത് വാങ്ങും.
പ്രിയമുള്ളവരെ, നമ്മുടെ രഞ്ജിത്ത് സാറ് നമുക്ക് വേണ്ടി ചെറിയൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും മോളപ്പുറത്തിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ഭാരവാഹി